നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ടുള്ള ആദ്യം ഒറാക്കിൾ. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ സത്യങ്ങൾ അവർക്ക് തുറന്ന് പറയാനുണ്ട് എന്ന് പറയുന്നു. ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. അതാണ്, അവർ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഐ എം അഫ്രെയ്ഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. മറ്റുള്ളവരെന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, ഫാമിലി എന്ത് പറയും എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കുമെന്ന് അവർക്കറിയില്ല, അവർക്കും പറ്റുമെന്ന് അവർക്കറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദൻ ഐ ആം. നിങ്ങൾ എന്തുകൊണ്ടും അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് അവർ പറയുന്നു. ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് യുവർ ഫ്യൂച്ചർ. പക്ഷേ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ കൂടെ വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അതാണ്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുമായി വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് ടാരോ. ഏസ് ഓഫ് വാൻസ്, ഫോർ ഓഫ് വാൻസ്, ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ്, ഡെത്ത്, എയ്റ്റ് ഓഫ് വാൻസ്, ടു ഓഫ് കപ്സ്, ഗുഡ്, ആൻഡ് കിങ് ഓഫ് വാൻസ്. ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് പറയുന്നു കേട്ടോ. അവർ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായൊരു റീയൂണിയൻ അവർ തീവ്രമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് അവർ കരുതുന്നു. അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. തമ്മിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. പക്ഷേ തമ്മിൽ കാണുന്ന സമയത്ത് ആദ്യം കുറച്ചൊരു ബേർഡൻ മനസ്സിലുള്ളതുപോലെ പെരുമാറാനും സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ അവർ ചിന്തിക്കുന്നത് എന്ത് തന്നെ തടസ്സങ്ങൾ ലൈഫിൽ ഉണ്ടായാലും അതിനെല്ലാം ഒരു അവസാനം കുറിച്ച് നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ് അവർക്ക് വേണമെന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഏസ് ഓഫ് വാൻസ് വീണ്ടും അതിൻ്റെ ഒരു കൺഫർമേഷനാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്, ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായി വേണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കാണാനുള്ള എല്ലാ സാഹചര്യവും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ റീയൂണിയനെ പറ്റി ആലോചിക്കുന്നത് കേട്ടോ. അവിടെ വെച്ച് നിങ്ങളെ കണ്ട് സംസാരിക്കാനും കുറച്ച് ഒരു ചിരിച്ച് സംസാരിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നതായി കാണുന്നു. ഒന്നുകിൽ ഇത് ഓൾറെഡി നടന്നു കാണും, അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഇന്നും നാളെയുമായിട്ട് ഈ സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അവർക്ക് ചെറിയൊരു യാത്ര വരുന്നുണ്ട്. അതിനെപ്പറ്റി കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സാഹചര്യം അവിടെ വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവരത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്.